Hello friends, Technique in Malayalam channel വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോക്കോന്റെ ഏറ്റവും പുതിയ മച്ച് awaited സ്മാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം പോക്കോ X3 ആണ്. അപ്പോൾ പോക്കോ X3 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് 16,999 ആണ് ഇതിന്റെ പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പല വേരിയന്റിൽ വരുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ ഫസ്റ്റ് സ്മാർട്ട് ഫോണാണ്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732G എന്ന് പറഞ്ഞ പ്രോസസ്സർ വരുന്നത്. അതേപോലെ 6000 mAh കപ്പാസിറ്റി ബാറ്ററിയും അടിപൊളി ക്യാമറ സെറ്റപ്പും 120 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോക്കോ X3 നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ആക്ച്വലി റീറ്റെയിൽ ബോക്സ്. അപ്പോൾ നിങ്ങൾ ഫോൺ മേടിക്കുകയാണെങ്കിൽ കിട്ടുന്ന ബോക്സാണിത്. പക്ഷേ നമുക്ക് കമ്പനി അയച്ചു തന്നിരിക്കുന്നത് വേറൊരു ബോക്സിലാണ്. ഇതുണ്ടല്ലേ, കുറച്ചൊരു ഡിഫറെൻറ്റ് ബോക്സാണ്. ഇതിനകത്താണ് ഡിവൈസും എല്ലാം തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതും കാണിച്ചു തരാം. ഇതാണ് റീറ്റെയിൽ ബോക്സ്. റീറ്റെയിൽ ബോക്സിൻ്റെ ഡിസൈനാണ് ആക്ച്വലി ഇത്. അപ്പോൾ റീറ്റെയിൽ ബോക്സിൽ ഉണ്ടാകുന്ന എല്ലാ സാധനം തന്നെ ഇതിനകത്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് പ്ലാസ്റ്റിക് കേസാണ്. ഇത് റിവ്യൂസ് ബോക്സാണ്. ഇതായിരിക്കില്ല നിങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുക. നിങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്നത് ഇതാണ് പോക്കോ X3ൻ്റെ ഇത് റീറ്റെയിൽ ബോക്സ്. ഇതിനകത്ത് റിയാലിറ്റി ഫ്ലോ 120 Hz റിഫ്രഷ് റേറ്റ് അങ്ങനെ എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിനകത്തും എഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കാണിക്കാം. 720G 6000 mAh കപ്പാസിറ്റി ബാറ്ററി, ഫ്ലാഗ്ഷിപ്പ് ക്യാമറ, 120 Hz റിഫ്രഷ് റേറ്റ്, അതേപോലെ തന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്, പിന്നെ മൈമോ വൈഫൈ 2x2 മൈമോ വൈഫൈ ആണ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും 10 watt വയേർഡ് റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. പിന്നെ ഷോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഇൻക്ലൂഡ് ആണ്. UFS 2.1 സ്റ്റോറേജും LPDDR4X റാമോട് വരുന്നത്. ഡുവൽ വോൾട്ടിയും വോയിസ് ഓഫ് വൈഫൈ സപ്പോർട്ടും ഉണ്ട്. അതേപോലെ തന്നെ 6GB റാമും 120GB സ്റ്റോറേജുമാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ളത് കോബാൾട്ട് ബ്ലൂ ആണ്, മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. ഇനി ഇതിൻ്റെ സാർ വാല്യൂ ഇൻട്രസ്റ്റ് ആയതൊക്കെ ഞാൻ സാർ വാല്യൂ പറയാം. പലരും ചോദിക്കാറുണ്ട് സാർ വാല്യൂ. ഇപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ സാർ വാല്യൂ കൂടെ പറയുന്നതാണ്. അപ്പോൾ ഈ ബോക്സും കൂടെ നമ്മൾ അൺബോക്സ് ചെയ്യുന്നതാണ്. രണ്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അൺബോക്സിങ് കിടക്കുന്നതിന് മുമ്പേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ്. അപ്പോൾ ഇതാണ് മെയിൻ ബോക്സ് നമുക്ക് കിട്ടിയത്. ഇതാണ് റീറ്റെയിൽ ബോക്സ്. അപ്പോൾ റീറ്റെയിൽ ബോക്സിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഒരു ചെറിയ ഇതാണ് വരുന്നത്. ഇതിനകത്ത് എന്താ നോക്കാം. ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ്. നല്ലൊരു TPU കേസാണ് ആക്ച്വലി. പിന്നെ ഇതിനകത്ത് വരുന്നത് സാർ വാല്യൂ നമുക്ക് നോക്കാം. എല്ലാവർക്കും സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് അതും കൂടെ പറയാം. സാർ വാല്യൂ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇല്ല ആക്ച്വലി. സിംഗിൾ നാനോ സ്ലോട്ടോ അല്ലെങ്കിൽ SD കാർഡ് ഇടാം, അല്ലെങ്കിൽ 2 SIM കാർഡ്സ് ഇടാം. സാർ വാല്യൂ 0.747 ഹെഡ് സാർ, ബോഡി സാർ 615 ആണ് വരുന്നത്. അതാണ് മാക്സിമം ഇന്ത്യ സാർ വരുന്നത് 1.6 ആണ്. അപ്പോൾ അതിന് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്തുള്ളത്. ഇനി കേസും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇതാണ് TPU കേസ്. നമ്മുടെ പോക്കോ X3ൻ്റെ സ്റ്റാൻഡേർഡ് TPU കേസിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്രേ ഈ ബോക്സിനകത്തുള്ളൂ. ഇനി ആക്ച്വലി നമ്മുടെ റിവ്യൂസ് ബോക്സിനാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിവ്യൂസ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മേളിൽ കാണുന്നതാണ് പോക്കോ X3. അപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് പോക്കോ X3. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ഡിസ്പ്ലേ ഡിവൈസാണ്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ വരുന്നു കൂടി നോക്കാം. ഇതിനകത്ത് വരുന്നത് ഒരു കേബിളാണ്, ചാർജിങ് കേബിളാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. 33 watt ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അതിൻ്റെ കേബിളാണ്. പിന്നെ ഒരു അഡാപ്റ്ററാണ് വരുന്നത്. വീണ്ടും ഞാൻ പറഞ്ഞ പോലെ 33 watt സപ്പോർട്ട് ചെയ്യണം. 11 volt 3 ampere, അതായത് 33 watt മാക്സിമം സപ്പോർട്ടുള്ള ചാർജറാണ്. ഇത് പോക്കോ X2 പോലെ തന്നെയാണ് വരുന്നത്, X3ലും. അപ്പോൾ സെയിം ചാർജർ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് കപ്പാസിറ്റി ബാറ്ററി ഒരുപാട് ഇൻക്രീസ് ആയിട്ട് 4500 ആയിരുന്നു പോക്കോ X2 വന്നത്. ഇവിടെ നമുക്ക് 6000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് നോക്കാം. റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം. ഇത് തന്നെയാണ് പവർ ബട്ടന്. ഇവിടെ നമുക്ക് വോളിയം കീസ് കാണാം. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇല്ല, ഹൈബ്രിഡ് സ്ലോട്ടാണ്. മേൽഭാഗത്ത് നമുക്ക് IR ബ്ലാസ്റ്ററും മൈക്രോഫോൺസ് എല്ലാം കാണാം. താഴത്തെ പാനലിൽ നമുക്ക് കിട്ടുന്നത് USB Type-C പോർട്ടും സ്പീക്കേഴ്സും, അതേപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കാണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒരു നല്ല ക്വാളിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ തിക്നെസ് കുറച്ചധികം തന്നെ ഉണ്ട്. അതേപോലെ തന്നെ കുറച്ചൊരു ഹെവി ഡിവൈസാണ്. 6000 mAh കപ്പാസിറ്റി ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ നമുക്കിവിടെ ഒരു പുതിയൊരു ടൈപ്പ് ക്യാമറ സെറ്റപ്പ് കാണാം. ഒരു 64 MP സെൻസറാണ് വരുന്നത്. സോണി IMX682 സെൻസറാണ്.
പോക്കോ X3 വന്നത് X2 വന്നത് 686 ആയിരുന്നു. ഒരു ചെറിയൊരു ഡൗൺ ഗ്രേഡാണ്. ഡൗൺ ഗ്രേഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, കാരണം 682 686 വലിയ വ്യത്യാസമൊന്നുമില്ല. ആകെ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, 682 4K at 60 FPS സപ്പോർട്ടഡ് അല്ല, 686 4K at 60 FPS സപ്പോർട്ടഡ് ആണ്. പിന്നെ LED ഫ്ലാഷും നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ സെൻസറും മാക്രോ സെൻസറും പിന്നെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്, IPS LCD പാനലാണ്. പക്ഷേ 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഐദർ 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടും, അല്ലെങ്കിൽ റിയൽമി 7 പ്രോയിലെ പോലെ AMOLED ഡിസ്പ്ലേ കിട്ടും. രണ്ടും കൂടെ ഈ പ്രൈസ് സെഗ്മെൻറ്റിലെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് ചൂസ് ചെയ്യാം. ആക്ച്വലി ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ റിഫ്രഷ് റേറ്റ് കാണാം, 120 Hz ആണ് കൊടുത്തിരിക്കുന്നത്. ബെറ്റർ സ്മൂത്ത്നെസ് ആണ് 120 Hz റിഫ്രഷ് റേറ്റിന് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡാർക്ക് മോഡും അങ്ങനെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് MIUI 12 ആണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എബൌട്ട് ഫോൺ എന്ന് കാണിക്കാം. MIUI 12 ഗ്ലോബൽ വേരിയൻറ്റ് 12.0.1, അതേപോലെ തന്നെ 128 GB സ്റ്റോറേജും 6 GB RAM ആണ് വരുന്നത് നമ്മുടെ ഡിവൈസിൽ. പോക്കോ X3 ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ്രോയിഡ് 10 ആണ്. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിലാണ് വരുന്നത്. അപ്പോൾ എല്ലാം തന്നെ ലേറ്റസ്റ്റ് വേർഷനാണ് വരുന്നത്. പിന്നെ നമുക്ക് കാണാം വളരെ സ്മൂത്തായിട്ട് കണ്ടില്ലേ, വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ അതേപോലെ ഒരു ഹാപ്റ്റിക്സ് കാണാം നമുക്ക്, വളരെ നല്ലൊരു ഹാപ്റ്റിക്സ് ആണ് വരുന്നത്. ആക്ച്വലി കീ പ്രസ്സിലൊക്കെ വരുന്ന ഒരു നല്ല ഹാപ്റ്റിക്സ് ആണ് വരുന്നത്. Z മോട്ടർ എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ ഇത് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്താണ്. ഡിസ്പ്ലേ ക്വാളിറ്റിയും വളരെ നല്ലതാണ്. നമുക്ക് നല്ല വ്യൂവിങ് ആംഗിൾസും നല്ല ടച്ച് റെസ്പോൺസുമാണ് വരുന്നത്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നല്ല ഒരു UI ആണ് വരുന്നത് പോക്കോന്. ഇതിനകത്ത് ആഡ്സ് ഇല്ല കേട്ടോ. ആക്ച്വലി പലർക്കും അതൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഷോമീൻ്റെ എല്ലാ ഫോണിലും ആഡ്സ് ഉണ്ടെന്നാണ് ധാരണ. അതേപോലെ തന്നെയാണ് പോക്കോ എന്നാണ് പലരും ധരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ആഡ്സ് ഇല്ല. ഇതിനകത്ത് ഷോമീൻ്റെ MIUIനെ പോലെയല്ല, ഇത് MIUI ഫോർ പോക്കോ ആണ്. ഇതിനകത്ത് ആഡ്സ് ഇല്ല. ആക്ച്വലി കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾ ആണ്. ആക്ച്വലി നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. ചില ആപ്സ് നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. ഇതിനകത്ത് വരുന്നത് 64 MP പ്രൈമറി സെൻസറാണ് വരുന്നത്. സോണി IMX682 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 13 MP അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ, 2 MP മാക്രോം, 2 MP ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ UIൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ക്യാമറ UIയിൽ എല്ലാ ഫീച്ചേഴ്സും കാണാം. 64 MP സ്ലോ മോഷൻ, AI വാട്ടർമാർക്ക്, പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഓപ്ഷൻസ് ഉണ്ട്, വ്ളോഗ് മോഡ് ഉണ്ട്, ക്ലോൺ മോഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം നമുക്ക്. നൈറ്റ് മോഡ്, പോർട്രേറ്റ്, ഫോട്ടോ, വീഡിയോ, പ്രോ മോഡിൽ നമുക്ക് എന്തൊക്കെയുണ്ട് നോക്കാം. വൈറ്റ് ബാലൻസ്, എക്സ്പോഷർ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് റോ സപ്പോർട്ടും ഉണ്ട്. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് കാണാം. വളരെ നല്ലൊരു UI ആണെന്ന് പറയും. ഇതിനകത്ത് 4K at 30 FPS, 4K 60 FPS 180p 1080p 1080p 30 FPS ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. മൂവിങ് ഓബ്ജക്റ്റ് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, മാക്രോ മോഡ്, അങ്ങനെ വളരെ ഒരു ഫീച്ചർ റിച്ച് UI ആണ് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതൊക്കെയാണ് പോക്കോ X3 എടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽഡായി നമ്മൾ ക്യാമറ റിവ്യൂ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഇനി ഇതിനകത്ത് വരുന്ന 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു തിക്കർ ഡിവൈസാണ് അത്. മേ ബി അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് തിക്കായി വരുന്നത്, കുറച്ച് ഹെവിയും കൂടിയാണ്. അപ്പോൾ 6000 mAh കപ്പാസിറ്റി ബാറ്ററിയും 30 watt ഫാസ്റ്റ് ചാർജിങ്, 33 watt ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ചാർജിങ് ടെസ്റ്റ് നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടുന്നുള്ളതിൽ ഒരു സംശയം തന്നെ ഇല്ല. അപ്പോൾ ഇതായിരുന്നു പോക്കോ X3ൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. നമുക്കിവിടെ കാണാം ഒരു നല്ലൊരു ഫിനിഷിംഗ് ആണ് വരുന്നത്. പോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങും ഒരു പാറ്റേണും കാണാം. അതേപോലെ തന്നെ ക്യാമറ യൂണിറ്റും വളരെ ഒരു മികച്ച ഒരു ക്യാമറ യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു പോക്കോ X3ൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇത് ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ ആവുന്നത്. ഫ്ലിപ്കാർട്ടിലേക്കുള്ള ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.